ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശാലിനി സുസ്മിതയോട് പറയുന്നുണ്ട് ക്ഷേത്ര പരിസരത്തെ മാലിന്യം ഇന്ന് തന്നെ നീക്കം ചെയ്തേക്കണമെന്ന്. സുസ്മിത അപ്പോൾ ഇന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് തന്നെ മാലിന്യത്തിനകത്ത് പോയിട്ട് മനുഷ്യജീവൻ പൊലിയാൻ പാടില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ അത് ശരിയാക്കിയിരിക്കണമെന്ന് പറയുന്നു. ശാലിനി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് മാലിന്യം ഇന്ന് തന്നെ നീക്കം ചെയ്തിരിക്കുമെന്ന്. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് മേയർ സുസ്മിത നേതൃത്വം നൽകുമെന്ന് പറയുന്നു. അതും അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലായിരിക്കുമെന്നൊക്കെ പറയുന്നു. ശാലിനി പറയുന്നുണ്ട് രണ്ടുപേരും ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാണ്, അതുകൊണ്ട് അവർ ഇത് ചെയ്തോളുമെന്നൊക്കെ പറയുന്നു. ശാലിനി സുസ്മിതയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ പത്രത്തിലൊക്കെ നല്ല ഇമേജ് വരും, നല്ല ന്യൂസ് വരും, എന്തായാലും ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുന്നു. സുസ്മിത ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ശാലിനി സരോജത്തോടും പറയുന്നുണ്ട് ഒന്ന് നോക്കിക്കോണമെന്നൊക്കെ. സരോജം അപ്പോൾ നോക്കിക്കോളാമെന്നൊക്കെ പറയുന്നു. ശാലിനി അവിടെ നിന്നും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രബോസ് ആണെങ്കിൽ സുസ്മിതയോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ആണെങ്കിൽ എന്തിനാണ് ഇതെല്ലാം സമ്മതിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് ഇത് നല്ല കാര്യമല്ലേ, പത്രത്തിലൊക്കെ ന്യൂസായിട്ട് വരുമെന്നൊക്കെ പറയുന്നു. ചന്ദ്രബോസ് അപ്പോൾ സുസ്മിതയോട് പറയുന്നുണ്ട് നീ വലിയ മേയറായിട്ട് ഒരു കാര്യവുമില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ശാലിനി പറഞ്ഞതാണ് ശരി, സിംഹക്കുട്ടി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രബോസ് അവിടെ നിന്നും പോകുന്നു. ശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെയാണ്. വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ കണ്ടതൊക്കെ ഓർത്തുകൊണ്ട് സത്യാമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. വിഷ്ണു ഹോസ്പിറ്റലിൽ എത്തുന്നു. സത്യാമ്മയെ കാണുന്നുണ്ട്. സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയതാണെന്നൊക്കെ. സത്യാമ്മ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. സത്യാമ്മ ബോധം കെട്ട് വീണ കാര്യമെല്ലാം പറയുന്നു. പരിപരുത്ത മണലിൽ കിടന്ന എന്നെ കാരുണ്യത്തിന്റെ 2 കരങ്ങൾ എന്നെ കോരിയെടുത്തത് ഓർമ്മയുണ്ട്. പിന്നെ എന്നെ തോളിൽ കിടത്തി ഒരു കുഞ്ഞിനെ പോലെ കരുതിയതും ഇവിടേക്ക് കൊണ്ടുവന്നതുമൊക്കെ എനിക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന്. സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല, ശ്യാമയോട് ചോദിക്കുന്നുണ്ട്. ശ്യാമ അപ്പോൾ എനിക്കും അറിയത്തില്ല എന്നൊക്കെ പറയുന്നു. ഡോക്ടർ അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് എന്താണ് കുട്ടി ഈ പറയുന്നത്, ഇവിടെ സത്യാമ്മയെ കൊണ്ടെത്തിച്ചത് ജില്ലാ കളക്ടറാണെന്ന് പറയുന്നു. പോലീസും സന്നാഹങ്ങളും എല്ലാവരുമായിട്ടാണെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്ക് ഇടുങ്ങിപ്പോയെന്നൊക്കെ പറയുന്നു. എന്നിട്ട് പോലും കുട്ടിക്ക് ജില്ലാ കളക്ടർ ആണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ ശ്യാമയോട് ചോദിക്കുന്നു. ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് അപ്പോഴത്തെ ടെൻഷനിൽ ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന്. സത്യാമ്മ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട് ജില്ലാ കളക്ടറോ എന്ന്. ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ബോധം കെട്ട് സത്യാമ്മ റോഡിൽ കിടന്നപ്പോൾ ജില്ലാ കളക്ടറാണ് ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ, അതും അവരുടെ ഔദ്യോഗിക വാഹനത്തിലാണ് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നു. സത്യാമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് മനസ്സിലായതിനു ശേഷമാണ് അവർ മടങ്ങിയതെന്നും പറയുന്നു. വിഷ്ണുവിന് അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എല്ലാം ചെയ്തത് ശാലിനിയാണെന്നൊക്കെ. സത്യാമ്മ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടന്നോ എന്നൊക്കെ. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് മാലയും ആഭരണവും ഒക്കെ ഞാൻ അവിടെ കൊടുത്തിട്ട് ഇങ്ങി പോന്നു, അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇങ്ങി പോന്നു, അതുകൊണ്ട് എനിക്ക് അറിയില്ല കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു. സത്യാമ്മ അപ്പോൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുകയാണ്. സത്യാമ്മ ഭാരവാഹി ശിവദാസനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നുവെന്ന്. ആ കളക്ടർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മേൽനോട്ടം നടത്തി ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പോകാൻ നേരത്തെ സംഭാവനയും തന്നിട്ടൊക്കെയാണ് പോയതെന്നൊക്കെ പറയുന്നു. സത്യാമ്മ ഫോൺ വെച്ചതിന് ശേഷം വിഷ്ണുവിനോട് പറയുന്നുണ്ട് ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടന്നെന്ന്. അത് മാത്രമല്ല എന്റെ ജീവൻ രക്ഷിച്ച കളക്ടർ ചടങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് അവിടെ മുന്നിൽ നിന്ന് നടത്തിയെന്നാണ് പറഞ്ഞതെന്നൊക്കെ സൂചിപ്പിക്കുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് കേട്ടിടത്തോളം നല്ല കളക്ടറാണെന്നാണ് തോന്നുന്നതെന്ന്. സത്യാമ്മയാണെന്ന് സമ്മതിക്കുന്നു. എനിക്കൊന്ന് കാണണമെന്നൊക്കെ പറയുന്നു. വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് കാണാമെന്നൊക്കെ. ശേഷം കാണിക്കുന്നത് മാലിന്യം ഒക്കെ നീക്കുന്നതാണ്. അവിടെയാണെങ്കിൽ സുസ്മിതയും ചന്ദ്രബോസും സരോജും ഒക്കെ ഉണ്ടായിരുന്നു. ചന്ദ്രബോസ് ആണെങ്കിൽ സുസ്മിതയോട് പറയുന്നുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട്, നാറ്റം സഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കരുതിയില്ല എന്നൊക്കെ. ചന്ദ്രബോസ് പറയുന്നുണ്ട് ആ സരോജത്തെ ഒന്നും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട് ആ സരോജത്തെ കൊച്ചച്ഛൻ അറിയാത്തതാണെന്നൊക്കെ. ചന്ദ്രബോസ് സരോജത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. നീ എന്താടി വലിയ ആള് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. സരോജം അപ്പോൾ പറയുന്നുണ്ട് പോലീസ് ഭാഷയൊന്നും ഉപയോഗിക്കണ്ട എന്നൊക്കെ. ചന്ദ്രബോസ് അപ്പോൾ ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ സരോജത്തിന് ദേഷ്യം വരുന്നുണ്ട്. സരോജം അപ്പോൾ പറയുന്നുണ്ട് കോളനിയിലുള്ള സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതാണെന്നൊക്കെ. കൂടുതൽ പ്രശ്നമുണ്ടാക്കിയാൽ നിങ്ങൾ നാണം കെട്ടേ പോകത്തുള്ളൂ, വെറുതെ ഒന്നും ഇവിടെ നിന്നും ഇറങ്ങി പോകത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും കുറച്ച് സ്ത്രീകളാണെങ്കിൽ ചൂലുമായിട്ടൊക്കെ സരോജത്തിന്റെ ചുറ്റും കൂടുന്നുണ്ട്. സരോജൻ ചന്ദ്രബോസിനോട് പറയുന്നുണ്ട് സാർ മര്യാദയ്ക്കാണെങ്കിൽ സാറിന് ഇവിടുന്ന് മര്യാദയ്ക്ക് തന്നെ പോകാമെന്നൊക്കെ. സരോജത്തിന്റെ മുന്നിൽ ചന്ദ്രബോസിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സരോജൻ പറയുന്നുണ്ട് ഇത് ക്ലീൻ ചെയ്യുന്നിടം വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാകണം, ഈ മണം നിങ്ങൾ കൂടെ സഹിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്.
ചന്ദ്രബോസ് ഒന്നും മിണ്ടാതെ അവിടെ പോയി മാറി നിൽക്കുന്നുണ്ട്. ചന്ദ്രബോസ് സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണ്, ആ സരോജത്തോടൊന്നും സംസാരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന്. സുസ്മിത അപ്പോൾ പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോയാലോ എന്നൊക്കെ. ചന്ദ്രബോസ് അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ പോകാൻ പാടില്ല, നമുക്ക് കുറച്ച് മനസാക്ഷിയൊക്കെ വേണ്ട, ഇവരൊക്കെയാണെങ്കിൽ എപ്പോഴും ഈ സ്മെല്ല് സഹിക്കുന്നതല്ലേ, നമുക്ക് കുറച്ചു നേരത്തേക്കല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. സുസ്മിത അപ്പോൾ ചന്ദ്രബോസിനെ കളിയാക്കുന്നുണ്ട്, വയറ് നിറച്ച് കിട്ടിയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. വിഷ്ണു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സത്യാമ്മ ശാലിനിയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. അതേ സമയത്ത് വിഷ്ണുവിന്റെ ഫ്രണ്ട് കമലൻ തേങ്ങയൊക്കെ വാങ്ങി അമ്പലത്തിൽ വെയിറ്റ് ചെയ്യുകയാണ്. വിഷ്ണു അവിടേക്ക് ചെല്ലുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.